അങ്ങനെ ജീവിതത്തിൽ കല്യാണപ്രായവും കഴിഞ്ഞ് മുന്നിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാൾ. അപ്പോൾ അയാളൊരു പ്രണയത്തിൽ പെടുന്നതും അയാളുടെ രസകരമായ കുറേ സീക്വൻസുകളുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം വന്നാണ്. പവിത്രനെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്തതാണ് ശരിക്കും. അതാണ് ഓരോ സീൻ ബൈ സീൻ കാണുമ്പോൾ ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് ആ സാധനം. പിന്നെ എനിക്കൊരു ക്രൈം ത്രില്ലർ നമ്മൾ കാണില്ലോ, ഒരാളെ കൊന്നു എന്നിട്ട് നമ്മളെ കൊന്നത് ആരാണ് എന്ന് പറഞ്ഞ് അന്വേഷിച്ച് നമ്മളിങ്ങനെ ആ ഒരു അതോടെ ഇരുന്ന് ആദ്യമായിട്ടാണ് ഈ സിനിമയിലെ നായി ആരാണ് എന്നുള്ള ഒരു ആ ഒരു റൊമാൻസിൽ സസ്പെൻസ് അന്വേഷിച്ചെടുക്കുക. ശരിക്കും എനിക്ക് തോന്നി ഇതിനു മുമ്പേ ഇത്ര അധികം ചുറ്റപ്പെട്ട നായകന്മാരായിട്ട് എനിക്ക് ഓർമ്മയിൽ പെട്ടെന്ന് വന്നത് സമ്മർ ഇൻ ബാത്തിലേക്ക് മാത്രമേ ഉള്ളൂ. അതിനകത്തും ഇത്രയ്ക്കൊരു സാധനം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, അത് ഇതിലേതെങ്കിലും ഒരാളായിരിക്കും, ഇതായിരിക്കും. പക്ഷെ ഇത് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. ഇതായിരിക്കും ആദ്യം ഞങ്ങൾ വിചാരിച്ച ഒരാളായിരിക്കും, കുറച്ച് കഴിഞ്ഞപ്പം വിചാരിച്ചു, പിന്നെ ഞാനും മോളും കൂടെ ഫൈറ്റ് ആയി, അല്ല ഇതാണ് അവസാനം ക്ലൈമാക്സിൽ. അത് ഭയങ്കര അത് നിങ്ങൾ കാണണം. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് തന്നെയാണ്. നായികയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയ്ക്കൊരു സംഭവം. എനിക്ക് തോന്നുന്നത് 5 നായികമാരെ ഒരുമിച്ചിട്ടുള്ള ആദ്യത്തെ സിനിമ. അതെ, ദിലീപേട്ടന്റെ ഫസ്റ്റ് മൂവിയാ. അതെ. ആദ്യം നമ്മള് 5 പേരും പഴയ ആൾക്കാരെ എന്നുള്ളതായിരുന്നു. പിന്നെ അത് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ അത് അവരുടെ ഇടയിൽ ചിലപ്പോൾ അതൊരു ഈഗോ പ്രോബ്ലം വരുമോ, പിന്നെ നമുക്ക് ഡേറ്റ് പ്രോബ്ലം വരുമോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കും. പിന്നെ ജനം ഏത് രീതിയിൽ എടുക്കും, ഇങ്ങനെ കുറേ കൺഫ്യൂഷൻസ് വന്നപ്പോഴേ ഞാൻ പിന്നെ നമുക്ക് പുതിയ ആൾക്കാരെ ആലോചിച്ചാലോ. അവരെന്ന് വെച്ചാൽ ചേട്ടാ അത് എൻ്റെ മനസ്സിലുണ്ട്, പുതിയതാണെങ്കിൽ നമുക്ക് കുറേ ഒരു ലിബറലായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന കാരണം ഡേറ്റ്സിന് പ്രോബ്ലം ഉണ്ടാവില്ല, നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ എപ്പോൾ വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സീൻ വേണേലും എടുക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഈ പഴയ ആൾക്കാർക്ക് ഇത് പുതിയ ആൾക്കാർക്ക് ഫീൽ ചെയ്യില്ല. അങ്ങനെ ഞാൻ പറഞ്ഞാൽ നമുക്കത് ഫിക്സ് ചെയ്യാം, അതിൽ വേറെ ടെൻഷനൊന്നുമില്ല. പക്ഷെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം വിനീതിൻ്റെയാണ് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഓഡീഷനൊക്കെ വെച്ചിട്ട് പിന്നെ പിന്നെ ഓരോ ആൾക്കാരെ അവരുടെ വീഡിയോസൊക്കെ കണ്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത് കൊണ്ടുവരും. അങ്ങനെ നോക്കി നമുക്ക് ഇന്നാളെ അങ്ങനെയാണ് കൂടുതൽ പണിയെടുത്തിരിക്കുന്നത് വിനീത് തന്നെ. ഫൈനലി നമ്മൾ അതിലേക്ക് എത്തിപ്പെട്ടപ്പോൾ ഓക്കെ ഇത് കറക്റ്റ് ആണല്ലേ എന്ന് പറഞ്ഞു. ഓക്കെ ഇതിനാണ് പെർഫോമൻസ്, ഇതാണ് നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്തേക്കണം. ഓക്കെ അതിൽ ഒരാൾ മാത്രമാണ് അതിന് മുമ്പ് ഏതൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ പക്ഷെ എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഈ സിനിമയ്ക്ക് എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള എത്ര നായികമാരായി എവിടെ തിരിഞ്ഞ അടുത്ത സീനിൽ പുതിയൊരു നായിക, വരുന്ന പുതിയൊരു നായിക, അങ്ങനത്തെ ഒരു സാധനം അതൊരു വേറിട്ട ഒരു അനുഭവം തന്നെയായിരുന്നു. ഇനി നമുക്ക് ഈ പവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പവിനെ പോലെ തന്നെ ഒരു അങ്ങനത്തെ ഒരു ഒറ്റബുദ്ധിക്കാരനാണോ ശരിക്കും പറഞ്ഞ ദിലീപേട്ടൻ? എനിക്ക് എൻ്റെ അറിവിൽ ദിലീപേട്ടൻ അങ്ങനെ ഒരാളല്ല. ഇല്ല, പവിത്രനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അതെ, അങ്ങനെയല്ല. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഒറ്റബുദ്ധിയിൽ പവിത്രൻ എല്ലായിടത്തും പോയി അബദ്ധത്തിൽ പെടുവാണ്. എത്ര അബദ്ധങ്ങളാണ്. ഇയാൾക്ക് ഒരു ആവശ്യമില്ല. ഇപ്പൊ ഞാൻ വിനീതന്നെ അത് പറഞ്ഞ് കളിയാക്കും, ചേട്ടാ ഞാനിത് നിങ്ങളിലാണ് കണ്ടേക്കണേ. അപ്പൊ ഞാൻ ഒന്നുമില്ല, ഞാൻ അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ മോണിറ്ററിൽ പോയി ഇപ്പൊ നമുക്കിത് കാണാലോ. അപ്പൊ കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് ചിരിച്ചുപോയി. ഇയാളൊരു കാര്യമില്ല, ഒരു പെണ്ണും ഒരാണും കൂടി ഒരു ഫ്ലാറ്റിൽ റൂമിൽ പോണെന്ന് പറഞ്ഞു ഉടനെ ഇയാൾ അതിന്റെ പുറകെ പോയി ഇയാൾ ഉണ്ടാക്കണ കുഴപ്പങ്ങള്, ഇയാളുടെ മണ്ടത്തരങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ എന്തിന്റെ ചോദിക്കുന്ന സംഭവം ഉണ്ടല്ലോ. കാരണം ഇയാളുടെ ഒരു പഴമക്കാരനും ഇയാള് അങ്ങനെ, അതുകൊണ്ടാണ് നമ്മൾ മറ്റേ ക്യാരക്ടറിനെ കൊണ്ട് പറയുന്നത് നിങ്ങൾ പോയി ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. ഇയാൾക്ക് പഴയ കണ്ടതും കേട്ടതും ഒക്കെ കേട്ട് പഴയ ഇതിലിരിക്കുന്ന ഒരാള്. അയാളുടെ സ്വഭാവം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിലല്ല പുള്ളി പോകുന്നത്. ഇപ്പൊ ഒരു ആണും പെണ്ണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി വാടാ പോടാ റിലേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അയാൾ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ. ചിലപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞു അത് നമ്മൾ പഴയ സിനിമയിലുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞു ഇയാളൊരു പഴയ ഒരാളാണ്, ഇയാളുടെ ചിന്തകൾ പഴയതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇയാൾ ഈ ശരിക്കും പറഞ്ഞാൽ ആ ഡോറിൽ പോയിട്ട് മുട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അയാൾ വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അയാൾക്ക് എങ്ങനെയും രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. അപ്പൊ ഓടി സ്റ്റെപ്പ് ഇറങ്ങാൻ ടൈം കിട്ടൂല. അയാളുടെ ഇമേജിന് അയാളുടെ മാനത്തെ മനുഷ്യൻ ജമ്പ് ചെയ്യണം. അപ്പൊ അത് നമ്മുടെ പഴയ സിനിമകളിലുള്ള ഞാൻ പറഞ്ഞ ആ സമയത്ത് അയാളുടെ പഴമയ്ക്ക് അയക്ക് തോന്നുന്നത് ബുദ്ധിയാണ്. ഞാൻ അത് കണ്ടിട്ടാണ് ഇയാൾക്ക് എന്തിന്റെ കേട്ടാണ്. അപ്പൊ വിനീത് പറഞ്ഞു ചിലപ്പോൾ ചേട്ടാ ഇപ്പോഴത്തെ ഒരു ഇതില് ചാട്ടം നമുക്ക് വേണോ, അതല്ലാതെ നമുക്ക് വേറെ ആംഗിൾ എന്തെങ്കിലും പിടിച്ചാലോ എന്ന് പറഞ്ഞു. ഇയാളുടെ സ്വഭാവത്തിന് ഇയാൾക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. ചെരുപ്പ് ഊരിയിട്ട് ആരെങ്കിലും ചെയ്യുമോ, സ്റ്റെപ്പ് ചാടുക എന്നൊക്കെ പറയണത് അതാണ് ഇയാളുടെ. വന്നിട്ട് ഇയാൾ വന്ന് പറയണ മാറ്റർ വേറെയും ഒക്കെ പറയാം. അപ്പൊ അതൊക്കെ ഒരു
ആ രീതിയിൽ. അല്ലാണ്ട് അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാത്തതിൻ്റെ അല്ലേ, നമ്മൾ കഥാപാത്രത്തിനെയാണ് പിടിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ എത്തി. ഇപ്പം ഇനി ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒന്ന് നമ്മുടെ ബ്രോയാണ്. അത് തമ്മിലുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ്, ഈ കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്കങ്ങ് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. ഇപ്പം ദിലീപേട്ടനെ വെച്ച് നോക്കുമ്പോൾ ദിലീപേട്ടന് ഡയാനയുണ്ട്, അർജുനുണ്ട്, ബ്രോയുണ്ട്. ഇതിലിപ്പം പെട്ടെന്ന് ദിലീപേട്ടനായിട്ട് ആദ്യം അടുത്തത് ഇതിൽ ആരായിരിക്കും? അർജുന. ആണോ? എത്ര സമയത്തിനുള്ളിൽ അർജുൻ എടുത്തു? അർജുൻ വന്ന് കുറച്ച് ദിവസം, അർജുൻ എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ ഫെസിലിറ്റി ആണെന്ന് അർജുൻ. ഞാൻ പടത്തിൽ യൂറോപ്പിലാണ്, പക്ഷേ അർജുന് AC അന്നൊക്കെ AC റൂം, അത് അതിന് നോക്കാൻ ആൾക്കാർ. പക്ഷേ അർജുനായിട്ട് അടുത്ത് കഴിഞ്ഞപ്പോൾ ഈ അർജുന് അവർ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ഇതായിരുന്നു, ട്രെയിനേഴ്സ് അവർ അതിൻ്റെ. അപ്പോൾ ബ്രില്യൻ്റ് ഡോഗായിരുന്നു. ഞാൻ ഇത്രയും നായ്ക്കളുടെ കൂടെ അഭിനയിച്ചതിൽ ഏറ്റവും ബ്രില്യൻ്റ് അർജുനാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ ഞങ്ങൾ തമ്മിൽ ഭയങ്കര സിങ്കായതിനു ശേഷം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെങ്ങാനും എന്തെങ്കിലും വടിയെടുത്ത് ഓടിയാവും വന്ന് എൻ്റെ കാലിൻ്റെ ഉള്ളിലേക്ക് കയറും, എന്നിട്ട് ഇങ്ങനെ നോക്കിയേക്കും. അപ്പം ഞാൻ സമ്മതിക്കില്ല, അവൻ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ അവരിങ്ങനെ വാടക എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. ഇല്ല ഇല്ല ഇല്ല, അത് വേണം വിട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഭയങ്കര അടുപ്പായി. അപ്പോൾ ഇവനെ പല അടികളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇത്. അർജുനൊന്നും ഡ്യൂപ്പും ഉണ്ടായിരുന്നു, വേറെ നായ്ക്കുട്ടി ഉണ്ടായിരുന്നു ഡ്യൂപ്പ്, ചാടാനും കാരണം അർജുൻ മെയിൻ ഒരു ഇതായതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചില സമയത്ത് ജമ്പ് ചെയ്യണൊക്കെ മറ്റേ ഡോഗായിരിക്കും. അപ്പൊ അർജുൻ വലിയ കാരണം വെച്ചാൽ ഭയങ്കര ബ്രില്യൻ്റാന്ന് പറയാൻ കാരണം വെച്ചാൽ ഇവന് ഈ റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ചെവിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇതാവും, പിന്നെ ഇങ്ങനെ നെക്കരിക്കണം. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഓടുകയാണെങ്കിൽ അവൻ്റെ ഓട്ടം. ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് മറ്റേ ഇതിനെ പിടിക്കാൻ ബിൽഡിങ്ങിൻ്റെ മേളിൽ കയറലൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഇവൻ ഭയങ്കര ഇതാണ്. അതുപോലെ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം ഷൂട്ടിങ്ങിന് വേണ്ടി മാറ്റി വെച്ചു. സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഞാനും അർജുനും കൂടി ഒരു ജനലിൻ്റെ അവിടെ കിടന്ന് താഴെ ഭാവനയും മറ്റേ നായും കൂടി വരുന്ന സമയത്ത് നമ്മളിങ്ങനെ നോക്കിയിട്ടുള്ള വിഷയം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ ഫുൾ ഡേ അതുമാ പോവും എന്ന് വിചാരിച്ചു. അപ്പോൾ ക്യാമറയൊക്കെ വെച്ച് റെഡിയാക്കി അർജുൻ വന്നു. അവന് കൊണ്ടുവന്ന് ഇങ്ങനെ എന്നൊക്കെ പാത്തിർണോ അങ്കേ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇവർ പറഞ്ഞിട്ടൊക്കെ ഇതായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ടേക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ വരിക വന്ന് ശരിക്കും പറഞ്ഞാൽ ഒറ്റ ടേക്ക് റെഡിയായി. അത് അങ്ങോട്ട് ഇങ്ങോട്ട് തള്ളല്, ബഹളം, നോക്കല്. മലയാളികൾ ഒരിക്കലും മറക്കാത്ത പേരാണ് കൊച്ചിൻ ഹനീഫയുടേത്. മരിച്ചിട്ട് വർഷങ്ങളായെങ്കിലും മലയാളിക്ക് കൊച്ചിൻ ഹനീഫ ഇന്നും തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഡയലോഗ് പറഞ്ഞും പറയാതെയുമൊക്കെ അദ്ദേഹം എത്രയോ വട്ടം നമ്മളെ ചിരിപ്പിച്ചു, ഇന്നും ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. സിനിമയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴായിരുന്നു കൊച്ചിൻ ഹനീഫയുടെ മരണം. ആ ആഘാതം മലയാള സിനിമ ഒരിക്കലും മറക്കില്ല. നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് ആയിരുന്നു അദ്ദേഹത്തിന്. 2 കുഞ്ഞുമക്കളെയും ഫാസിലെയും യാത്രയാക്കി അദ്ദേഹം പോയിട്ട് വർഷങ്ങൾ 14 പിന്നിട്ട് കഴിഞ്ഞു. കൊച്ചിൻ ഹനീഫയുടെ മക്കൾ ഇന്ന് വളർന്നു വലുതായി. ഉമ്മയുടെ ഇടതും വലതുമായി ഇപ്പോൾ അവരുണ്ട്. തീരെ വയ്യാത്ത ദിവസങ്ങളിലും ഹനീഫിക്ക ഒരു കാര്യം ആവശ്യപ്പെടുമായിരുന്നു, മക്കളെ 2 പേരെയും 2 വശത്തായി കിടത്താൻ. ആ സമയത്ത് മുഖത്ത് സന്തോഷം വരും. ഹനീഫിക്ക മദ്യപിക്കാറില്ല, അലസ ജീവിതവുമല്ല. ലിവർ സിറോസിസ് തിരിച്ചറിയെങ്കിലും അത് മറച്ചുവെക്കാനാണ് ഇക്ക ശ്രമിച്ചത്. രോഗമുണ്ടെന്നറിഞ്ഞാൽ അഭിനയിക്കാൻ ആരും വിളിച്ചില്ലെങ്കിലോ എന്ന് ആ പാവം ചിന്തിച്ചു എന്നാണ് ഫാസില പറയുന്നത്. സിനിമാക്കാരനായിരുന്നുവെങ്കിലും വലിയ സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്ന കുറ്റബോധത്താൽ ഒരു സിനിമയും വിടാതെ അഭിനയിക്കുകയായിരുന്നു ഹനീഫ എന്നാണ് ഫാസില പറയുന്നത്. ആരോഗ്യം പോലും നോക്കാതെ സമയം ഇനി അധികമില്ലെന്ന് മനസ്സിലാക്കിയതുപോലെ ഓട്ടപ്പാച്ചിലായിരുന്നു അത്. മരിക്കുന്നതിന് 4 ദിവസം മുൻപ് മാത്രമാണ് രോഗത്തിന്റെ ഗുരുതരാവസ്ഥ താൻ തിരിച്ചറിഞ്ഞതെന്നും ഫാസില പറയുന്നു. ഹനീഫയ്ക്കയുടെ രോഗത്തിന്റെ സങ്കടവും ദേഷ്യവും കടിച്ചമർത്തി എന്നോട് സംസാരിച്ചത് മമ്മൂക്കയാണ്. എന്തിനവൻ ഇത് മറച്ചു വെച്ചു, ഒന്ന് പറയാമായിരുന്നില്ലേ, എവിടെ കൊണ്ടുപോയാലും നമ്മൾ രക്ഷപ്പെടുത്തുമായിരുന്നില്ലേ എന്നാണ് മമ്മൂക്ക പറഞ്ഞത്. കുഞ്ചൻ ചേട്ടന്റെ മകളുടെ കല്യാണത്തിന് കണ്ടപ്പോൾ വലിയ മക്കളായല്ലോ 2 പേരും, നല്ലോണം പഠിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു എന്നും ഫാസില പറയുന്നുണ്ട്. കൊച്ചിൻ ഹനീഫ തീരെ വയ്യാതെ ആശുപത്രിയിലായ സമയത്ത് വിവരമറിഞ്ഞ് തമിഴ്നാട്ടിൽ നിന്ന് സൂര്യയുടെയും കാർത്തിയുടെയും അച്ഛൻ ശിവകുമാറും കാണാൻ വന്നിരുന്നു. തമിഴിൽ അദ്ദേഹത്തെ നായകനാക്കി പാസപ്പര വൈകൾ എന്നൊരു ചിത്രം ഹനീഫിക്ക സംവിധാനം ചെയ്തിരുന്നു. 3 മാസങ്ങൾക്ക് മുൻപ് എന്ന മലയാള ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നു അത്. ചിത്രത്തിന്റെ സംഭാഷണം തമിഴിൽ ഒരുക്കിയത് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയായിരുന്നു. ചിത്രം തിയേറ്ററുകളിൽ 180 ദിവസം വിജയകരമായി പ്രദർശിപ്പിച്ചു. സന്തോഷ സമ്മാനമായി ചെന്നൈയിൽ വീട് വയ്ക്കുവാൻ എവിടെയാണ് സ്ഥലം വേണ്ടതെന്ന് കലൈനർ ചോദിച്ചു. പക്ഷേ ശമ്പളം മാത്രം മതിയെന്നായിരുന്നു ഹനീഫിക്കയുടെ വിനയപൂർവ്വമുള്ള മറുപടി.
തമിഴിൽ 7 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ആശുപത്രിയിൽ ഹനീഫയ്ക്ക് കാണാൻ വന്ന ശിവകുമാർ കണ്ട് പിരിയാൻ നേരം പണമടങ്ങിയ കവർ തന്റെ നേരെ നീട്ടി. ഹനീഫയ്ക്കയുടെ മനസ്സറിയാവുന്നത് കൊണ്ട് താൻ വാങ്ങിയില്ല. അത് പറഞ്ഞപ്പോൾ ഹനീഫിക്ക പറഞ്ഞത്, ഫാസി നീ അത് വാങ്ങാത്തത് നന്നായി, ഞാൻ ഈ ആശുപത്രിയിൽ നിന്നിറങ്ങിയാൽ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ പെട്ടെന്ന് മാറും എന്നാണ്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ദുബായിലുള്ള സഹോദരൻ ഫിറോസ് ആണ് എന്നും ധൈര്യം തന്ന് ഒപ്പം നിന്നത്. അതുപോലെ ഫിറോസിനെ പോലെ തന്നെ കൂടപ്പിറപ്പായി കൂടെ നിൽക്കുന്നയാളാണ്, സഹോദരനായി നിൽക്കുന്ന ആളാണ് ദിലീപ് എന്നും കൊച്ചിൻ ഹനീഫയുടെ ഭാര്യ പറയുന്നു. എല്ലാ പ്രതിസന്ധിയിലും ഒപ്പമുണ്ടായിരുന്നു അദ്ദേഹം. സഫിയുടെയും മർവയുടെയും പിറന്നാളിന് കൃത്യമായി കാവ്യ മാധവന്റെ സമ്മാനമായി ഒരു കേക്ക് വീട്ടിലെത്തും. അങ്ങനെ ഒരുപാട് മനുഷ്യരുടെ സ്നേഹത്തണൽ തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നും ഇവർ പറയുന്നു.